നടന്നത് ആ പേരിലായിരുന്നു. അവന്റെ കുടുംബം തകർത്തിയത് ഇവരാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരുപാട് ആരോപണങ്ങളായിട്ട് അയാൾക്കും അങ്ങനെ ആ മൈൻഡിൽ അതിനെ കയറിയിരിക്കും. കൊല്ലണം എന്നുള്ളത് അല്ലാണ്ട് മാനസികരോഗമായിട്ടൊന്നുമില്ല അയാൾക്ക്. ഒരു പ്രശ്നമില്ല അയാൾക്ക്, ഒറ്റ പ്രശ്നവുമില്ല. വ്യക്തിവൈരാഗ്യം തന്നെയാണത്. ഈ കുടുംബമായിട്ടാണ് അവരുടെ കുടുംബം തകർന്നു എന്നുള്ളതാണ്. നിരപരാധികളാണ് ഈ മരിച്ച 3 പേരും. ഒന്നും മനസ്സാവാച കർമ്മം ഒന്നും പറഞ്ഞിട്ടില്ല. സാധുക്കളാണ്. എന്താ പറയാ, ഒരു ക്രൂരന്റെ കൈ കൊണ്ട് ഒരു കൊന്നു അവര്. അത്ര വെട്ടി, അത്ര തീവ്ര മുഖത്തൊക്കെ ചെന്താമരയുടെ ഭാര്യ പിണങ്ങി പോകാനുള്ള കാരണമാണ്. അതെ, ഭാര്യ പിണങ്ങിപ്പോയി, മകളും. പക്ഷെ അയാളുടെ ക്രൂരത കൊണ്ടാണ് പിണങ്ങിപ്പോയത്. അവര് അവരുടെ അയാളുടെ കത്തി മുന്നിൽ രക്ഷപ്പെട്ട് ഓടിയത് അവര് അമ്മയും മോളും. അതാണ് സത്യം, വാസ്തവമാണ്. അവർ ഇട്ട ഡ്രസ്സോടെ ഇട്ട് ഓടിപ്പോയത് അവര് അമ്മയും മോളും. പക്ഷെ കാരണം ഇവരാണെന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ അയാൾക്ക് ഈ മനസ്സെന്ന് പറഞ്ഞാൽ ഈ അന്ധവിശ്വാസം കുറച്ച് കൂടുതലാണ്. അപ്പൊ ഈ പണിക്കൊരു ജോലിസിന്റെ അടുത്ത് കൊണ്ടേക്കാണ്. അപ്പൊ കണ്ടപ്പോ അവര് പറഞ്ഞത്ര അയൽപക്കത്തില് അമുടി നീളം വളർത്തിയിട്ടുള്ള ഒരു സ്ത്രീയാണ് നിങ്ങളുടെ കുടുംബം തകർക്കാൻ കാരണം പറഞ്ഞു. അപ്പൊ ഇവിടുത്തെ ചേച്ചിക്ക് നല്ല സജിത ചേച്ചിക്ക് നല്ല മുടിയാണ്. അപ്പൊ അയാൾക്ക് കണ്ട അവസ്ഥയിൽ സജിത ചേച്ചിന് മുടിയാണ് അവർക്ക് തോന്നിയത്. അപ്പൊ ഇവരായിരിക്കും എന്റെ കുടുംബം തകരാനുള്ള കാരണം എന്ന് മനസ്സിൽ പക വെച്ചുകൊണ്ട് നടന്ന ആ ചേച്ചിനെ കൊന്നു. ഇപ്പൊ 5 വർഷങ്ങൾക്ക് ശേഷം അവരുടെ ഭർത്താവിനെയും അമ്മനെയും. നെന്മാറയിലെ സൈക്കോ ചെന്താമര എന്ന് പറയണോ അല്ലെങ്കിൽ ചെന്നായ ചെന്താമര എന്ന് പറയണോ എന്താണെന്നറിയുന്നില്ല. അവരെ ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുണ്ട്. 2 ദിവസം മലമുകളിൽ കഴിഞ്ഞിട്ട് വിശന്ന് വലഞ്ഞപ്പോൾ താഴെ ഇറങ്ങി ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാ. കുടുംബ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കാം, എന്നിട്ട് വീണ്ടും പോകാനായിരിക്കും ഉദ്ദേശം ഉണ്ടാവുക. എന്തായാലും ആ പോക്ക് എന്തായാലും പോലീസിൻ്റെ വായിലേക്ക് തന്നെ പോയി. പോലീസ് പിടിച്ചിട്ടും ഇദ്ദേഹത്തിനൊരു ദുഃഖഭാവമോ അല്ലെങ്കിൽ ചെയ്തു പോയതിൻ്റെ കുറ്റബോധമോ അങ്ങനെ ഒന്നുമില്ല. 2 മക്കളുടെ അമ്മയെ കൊന്നതിൻ്റെ കാരണമായിട്ട് ഈ ചെന്താമര പറയുന്നത് ജ്യോത്സ്യം പറഞ്ഞു തൻ്റെ കുടുംബം ഛിന്ന ഭിന്നമാകാൻ വേണ്ടിയിട്ട് കാരണം, മക്കളും ഭാര്യയും അയാളെ ഉപേക്ഷിച്ച് പോകാൻ കാരണം നീളമുള്ള മുടിയുള്ള ഒരു സ്ത്രീയാന്നുള്ളത്. ആ ഒരു കാരണം പറഞ്ഞിട്ടാണ് ആ അമ്മയെ കൊന്നത്, ആ 2 മക്കളുടെ അമ്മയെ കൊന്നത്. ഇപ്പം 5 വർഷത്തിന് ശേഷം ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് അച്ഛനെയും അച്ഛൻ്റെ അമ്മയെയും ഒക്കെ കൊന്നു. ഈ സൈക്കോക്ക് ശരിക്കും പറഞ്ഞാൽ സൈക്കോ അല്ല, അന്ധവിശ്വാസം മൂത്തിട്ട് പ്രാന്തായിപ്പോയതാ. ഇതുപോലെ തന്നെ ആയിരുന്നില്ലേ ഷാരോൺ വധക്കേസ്? റീസെൻ്റായിട്ട് കഴിഞ്ഞ ഷാരോൺ വധക്കേസ് ഉണ്ടല്ലോ, ആ ഷാരോൺ വധക്കേസിലെ പ്രതിയായിട്ടുള്ള ഗ്രീഷ്മയ്ക്കും പറ്റിയത് ഇത് തന്നെയാണ്. അന്ധവിശ്വാസത്തിന്റെ പുറത്താണ് ആ ചെറുപ്പക്കാരനെ കൊന്നത്. ഗ്രീഷ്മയെ കല്യാണം കഴിക്കുന്ന ആദ്യ ഭർത്താവ് മരണപ്പെടുമെന്നുള്ള ആ ഒരു വിശ്വാസം, അതിൻ്റെ പുറത്ത് അവനെ താലി കെട്ടിയിട്ട് അവനെ കൊല്ലാനായിരുന്നു ഉദ്ദേശം. അപ്പം അതിലും അവൾ വിജയിച്ചു, പരാജയപ്പെട്ടില്ല, വിജയിച്ചു. ഈ അന്ധവിശ്വാസത്തിന്റെ പുറത്ത് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലടക്കം പരന്ന് കിടക്കുന്നുണ്ട് ഈ അന്ധവിശ്വാസത്തിന്റെ പുറത്ത് നടന്നേക്കുന്ന ഒരുപാട് മരണങ്ങൾ. ഒരു വീട്ടിലെ 12-14 പേര് മരണപ്പെട്ടൊരു വാർത്ത ഇതിനു മുന്നേ ഉണ്ടായിരുന്നു. ആത്മഹത്യ ചെയ്താ എന്തിന്? ഇങ്ങനെ മരണപ്പെട്ട് കഴിഞ്ഞാൽ സ്വർഗത്തിലെത്തുമെന്നുള്ള പ്രതീക്ഷയിൽ അവരങ്ങ് മരിച്ചു. എന്തൊക്കെ കേസുകൾ, എത്രയൊക്കെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അന്ധവിശ്വാസം ഇനും തകരുന്നില്ല, അതിലിങ്ങനെ അടിമപ്പെട്ടിട്ട് മരണത്തിലേക്ക് പോവുക. ഇപ്പൊ ഈ ചെന്താമര സ്ത്രീയെയും അവരുടെ ഭർത്താവിനെയും അവരുടെ അമ്മൂമ്മയും ഒക്കെ കൊന്നു. ഈ 2 മക്കള് അനാഥരായിട്ട് ഇപ്പൊ നിൽക്കുന്നു. എന്നിട്ട് ഒരു കുറ്റബോധം എന്തെങ്കിലും ഒന്ന് അവരുടെ മുഖത്തുണ്ടോ? ഒന്നുമില്ല. ഇതുപോലുള്ള ആൾക്കാർക്ക് സംരക്ഷണം ഒരുക്കുക ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ്. ഇവനെയൊക്കെ സ്പോട്ടിൽ അങ്ങ് വെടിവെച്ചാൽ തീർന്ന പ്രശ്നമേ ഉള്ളൂ. ഇതുപോലുള്ള ആളുകളെ പേടിച്ചിട്ട് ഇവര് ജാമ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ മറ്റുള്ളവരെയും കൊല്ലുമെന്ന് പറയുന്നുണ്ട്. ഇനിയും 3 പേരെ കൊല്ലാനുണ്ടെന്നൊക്കെ കേൾക്കുന്നത്. ഇതിങ്ങനെ ഒരു കൂസലില്ലാതെ പറഞ്ഞ് നടക്കുക അവൻ. എന്നിട്ടും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പോലെയാണ് ഇപ്പോൾ ചെന്താമരയെ പോലീസും ഗവൺമെൻറ്റും ഒക്കെ വെച്ചേക്കുന്നത്. ഈ മക്കൾ പറയുന്നുണ്ട്, സങ്കടം സഹിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് അവരിങ്ങനെ പറയുന്നത്. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ലോസിനെയും ഒക്കെ ഇങ്ങനെ അവർ പറയണമെന്നുണ്ടെങ്കിൽ അത്രയധികം അവർ വേദന അനുഭവിക്കുന്നുണ്ട്. അവരുടെ അമ്മയെയും അച്ഛനെയും അച്ഛമ്മയും ഒക്കെ കൊന്നു. ഇനി ആ മക്കളെ കൂടി ഒന്ന് കൊല്ലുന്നാണ് അവർ പറയുന്നത്, അല്ലെങ്കിൽ അവനെ ഒന്ന് കൊന്നു തള്ളുന്ന്. കാരണം ഇവനെപ്പോലുള്ള ആൾക്കാരുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നത്. ഇപ്പം അവരുടെ അമ്മ മരിക്കുന്ന സമയത്ത് എൻ്റെ മക്കളെ ഓർത്തെങ്കിൽ എന്നെ ഒന്ന് വെറുതെ വിടുമെന്ന് പറഞ്ഞിട്ട് കെഞ്ചുന്നത് അവന് തെളിവെടുപ്പിനൊക്കെ വന്ന ടൈമിലൊക്കെ പോലീസ് അവിടെയൊക്കെ പറയുമ്പോൾ അവന് ലേശം പോലും കുറ്റബോധത്തിൻ്റെ ഒരു അണ്ണുവേണം പോലും കാണുന്നില്ല. അപ്പം അങ്ങനെയുള്ള ആളെ വീണ്ടും ജാമ്യത്തിൽ വിട്ടു. ഇപ്പം 2 പേരെ കൂടി കൊന്നു. എന്നിട്ടും പോയി വന്നിട്ടും ഇതാ. അപ്പം ഭക്ഷണത്തിന് വിശന്ന് വന്ന് ഭക്ഷണങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം, ഭക്ഷണം കൊടുക്കും. ഇപ്പോൾ പോലീസുകാരോട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അടിപിടിയിൽ എനിക്ക്
അബദ്ധത്തിൽ പറ്റിപ്പോയതാണ് ഈ കൊലപാതകം എന്നുള്ളത്. അതൊക്കെ പച്ച കള്ളമാന്നുള്ളത് ഏറ്റവും മനസ്സിലാക്കാൻ പറ്റിയ കാര്യമാണ്. കാരണം ഇവനെ പേടിച്ചിട്ട് പോലീസിലൊക്കെ പരാതിപ്പെട്ടിരുന്നവര്. പോലീസുകാർ വേണ്ട നടപടി എടുത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടികൾ അത്രയധികം അലമുറയിട്ട് കരയുന്നുണ്ട്. പോലീസുകാർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്ന് അവർ പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പുറത്തിറങ്ങി ഇവൻ കൊല്ലുമ്പോൾ ഈ പറഞ്ഞത് കളവ് തന്നെയല്ലേ? പോലീസുകാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയില്ല ഇതുപോലുള്ള കളവൊക്കെ പറയുന്നത്. ഇപ്പം ആ മക്കൾ പറയുന്നുണ്ട്, അങ്ങനെ അച്ഛനെ കൊന്നത് അങ്ങനെയാന്ന് വെച്ചാലും ഈ അച്ഛമ്മയെ എന്തിനാ കൊന്നത്? തള്ളിയിട്ട് അങ്ങ് പൊക്കൂടായിരുന്നോ? കൊല്ലുകയാണ് ചെയ്തത്. ഈ മക്കളും ആ ടൈമിൽ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ മക്കളെയും അവൻ കൊല്ലും. അത്തരത്തിൽ ഒരു സൈക്കോ ആയ അവൻ, അന്ധവിശ്വാസം മൂത്ത് സൈക്കോ ആയി. അന്ധവിശ്വാസത്തിന് പുറത്ത് എന്തൊക്കെ സംഭവങ്ങളാണ് നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഒരാളെ ഭാവി ഇങ്ങനെ പ്രവചിച്ചിട്ട് അവർക്ക് ചിലപ്പോൾ വേണമെങ്കിൽ മരണമായിട്ടുണ്ടാവില്ല, എന്നാലും മരണം ഇന്ന ദിവസം ഉണ്ടാവുമെന്ന് വെച്ചിട്ട് ആ മരണം ചിന്തിച്ചിട്ട് മരണത്തെക്കാൾ വലിയൊരു വേദനയോട് ജീവിക്കുന്ന ഒരു സമൂഹം കൂടെയുണ്ട്. ഈ ജ്യോത്സ്യന്മാർക്കൊക്കെ എങ്ങനെയാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് ഇന്നയാളുടെ മരണം ഇങ്ങനെ സംഭവിക്കാൻ, ഇങ്ങനെയാണ് ഇന്ന ഭാവി എന്നുള്ളത്? നമ്മളൊക്കെ പാർക്കിലും ബീച്ചിലൊക്കെ പോകുന്ന ടൈമിൽ അവിടെ വരും കുറേ പേര്. കൈ നോക്കിയിട്ട് ലക്ഷണം പറയാം, മുഖം നോക്കിയിട്ട് പറയാം, ഭാവി പറയാം, ഭൂതം പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ പറഞ്ഞ ആ വ്യക്തി തന്നെ പിന്നീട് ഒരു ദിവസം കള്ള് കുടിച്ചിട്ട് സ്വബോധം പോലും നഷ്ടപ്പെട്ടിട്ട് റോഡ് വക്കിൽ കിടന്ന് ഉരുളുന്നത് കണ്ടിട്ടുണ്ട് ഞാനൊക്കെ. അപ്പം ഇങ്ങനെയുള്ള ആളുകൾ ബാക്കിയുള്ളവരുടെ ഭാവിയും ഭൂതവും ഒക്കെ എങ്ങനെയാണ് പറയുന്നത്? ജ്ഞാനികൾ ഉണ്ടാവുമായിരിക്കും, പലതരത്തിലുള്ള സിദ്ധികളൊക്കെ ലഭിച്ചിട്ടുള്ള ആൾക്കാർ. പക്ഷെ ഇതങ്ങനെയല്ല. ഇന്ന് ആൾദൈവത്തിനെ പോലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരക്കം പായുന്ന കാലഘട്ടമായിട്ടാണ് മാറിയിട്ടുള്ളത്. പക്ഷെ ഇതുപോലുള്ള അന്ധവിശ്വാസികളെ മുഖവിലക്കെടുക്കാത്ത ഒരു ജനസമൂഹം നമുക്ക് മുന്നിൽ തന്നെയുണ്ട്. ഇപ്പോൾ പാർക്കിലൊക്കെ പോകുമ്പോൾ ഇത്രയും ആൾക്കാർ വരുമ്പോൾ ഓട്ടിക്കുന്ന പോലെ അവരൊക്കെ മുന്നിൽ വന്നാൽ തന്നെ ഒന്ന് പോയെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വിടുന്ന ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് പ്രശ്നമില്ല, ഇതിൻ്റെയൊക്കെ വലയിലും കണിയിലൊന്നും പെടില്ല. ഇവരുടെയൊക്കെ ഒരു വാക്കിൽ ഒരിക്കൽ വിശ്വസിച്ചാൽ പിന്നെയും ടെൻഷൻ അടിച്ചിട്ട് വീണ്ടും അവരുടെ അടുത്തേക്ക് പോകും. അവർ പറഞ്ഞത് ശരിയോ നോക്കാൻ വേണ്ടിയിട്ട്. ഇവരെപ്പോഴുള്ള ആൾക്കാരുടെ മുന്നിലൊന്നും ആരും ചെന്ന് പെടരുത്, ഇവരെങ്ങനെയും വലയിൽ വീഴ്ത്തും. ഇപ്പം അങ്ങനെ വലയിൽ വീണിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഇന്ന് ജയിലിലായിട്ടും ഈ ഒരു ഭൂമിയെ അവരെ ഇല്ലാതാക്കിയിട്ടൊക്കെ നമ്മൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ ചെന്താമരയുടെ സുഹൃത്ത് തന്നെ പറയുന്നുണ്ട്, ഇനിയും ആ കുടുംബത്തിൽ 2 പേരുണ്ട്, അവരെയും കൂടി കൊന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ചിലപ്പോൾ ഈ മക്കൾക്ക് വേണ്ടിയിട്ടായിരിക്കും, 2 പെൺമക്കളുണ്ടല്ലോ അവരെ കൊല്ലാൻ വേണ്ടിയിട്ടായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം ഇത്രയും കൊലപാതകം നടത്തിയിട്ട് ഇവനിക്കതൊരു ഹരമായിട്ട് മാറിയിരിക്കുക. ഇവൻ ശരിക്കും ഒരു കൊടും കുറ്റവാളി തന്നെയാണ്. ഇത്തരത്തിലുള്ള ഇത്രയും കാലം ജയിലിൽ കിടന്നിട്ട് ഇവൻ മനസ്സിലാക്കി ജയിലിൽ കിടന്ന ഇത്രയേ ഉള്ളൂ എന്നുള്ളത്, ഒരാളെ കൊന്നാൽ ഇത്രയേ ഉള്ളൂ എന്നുള്ളത്. ഒരു കൊലപാതകം നടത്തിക്കഴിഞ്ഞാൽ പിന്നീട് നടത്തുന്നതിനവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ആ ഒരു കൊലപാതകം നടത്തുന്നതിനുള്ള ഭയമൊക്കെ അവന് മാറിക്കിട്ടി. അവൻ വീണ്ടും 2 പേരെ കൊന്നു, ഇനിയും 2 പേരെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കിയിട്ട് നടക്കുന്ന ഇവർക്ക് അതൊക്കെ എന്തോ ഒരു വലിയ കാര്യം പോലെയാണ്. അപ്പം അങ്ങനെയൊക്കെ നടക്കുന്ന ഈ ഒരു കുറ്റവാളിയെ ഇനിയും നിയമം സംരക്ഷിക്കാൻ പാടില്ലെന്ന് തന്നെയാണ്. ഇനിയും ഇവനിക്ക് കൊടുക്കേണ്ട ശിക്ഷ നീട്ടിവെച്ച് കൊണ്ടുപോകരുത്. കാരണം ആ മക്കളുടെ കണ്ണുനീരൊക്കെ കാണുമ്പോൾ സഹിക്കാനാവുന്നില്ല. ചെന്താമരയെ പിടികൂടുന്നതിന് വേണ്ടി നമ്മുടെ ഫോഴ്സ് തന്നെ കഠിന പ്രയത്നം ചെയ്തിട്ടുണ്ട്. ഒടുവിൽ അവരുടെ വലയിലേക്ക് തന്നെ ചെന്താമര വന്ന് വീഴുകയും ചെയ്തു. അതൊന്നും ആരും കണ്ടില്ലെന്നടിക്കുന്നില്ല. പക്ഷെ അതിന് മുന്നേ തന്നെ ഈ അച്ഛനൊക്കെ പോയിട്ട് പരാതിപ്പെട്ടിരുന്നു പോലീസിൽ. അപ്പോൾ ആരും അതിനൊരു നടപടി എടുത്തില്ലെന്ന് അവർ പറയുന്നുണ്ട്. അപ്പം ഇനിയും അതുപോലെ ഈ ചെന്താമരയെ ശിക്ഷിക്കുന്നതിൻ്റെ കാര്യത്തിലും വീഴ്ച പറ്റരുത്. ഈ മക്കൾക്ക് കറക്റ്റായിട്ടുള്ള നീതി തന്നെ നടപ്പിലാകട്ടെ എത്രയും പെട്ടെന്ന് തന്നെ.